المرسلين وعلى آله وصحبه. السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഫസീലത്തുൽ മൗദ ചൊല്ലി ബഹുമാനപ്പെട്ട ഖരീബ് നവാസ് സുൽത്താൻ ഖാജ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാന്റെ പേര് മൗലിദ് ചൊല്ലി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ മുസ്ലിമീങ്ങളും കടപ്പെട്ടിരിക്കുന്ന ഒരു സൂഫി വലിയ അണുത്തുകാണ് ബഹുമാനപ്പെട്ട ഖാജ. ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കൾ പരിശുദ്ധ ദീനിനെ വളർത്തി അതിൻ്റെ പ്രഭ ഒന്നിങ്ങനെ കുറഞ്ഞു മങ്ങി വരുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കളുടെ വാരിസീങ്ങളായ അനന്തരഗാമികളായ ഉലമാക്കളിൽ നിന്ന് അള്ളാഹുവിനെ നേരിട്ടറിഞ്ഞ അവൻ്റെ മഅരിഫത്ത് ലഭിച്ച ഔലിയാക്കളെ ലോകത്തേക്ക് ആ ഔലിയാക്കൾ വഴി ആ മങ്ങിയ ഇസ്ലാമിന്റെ പ്രഭയെ വീണ്ടും പ്രോജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഔലിയാക്കൾ ചെയ്തത്. ഇസ്ലാം അങ്ങനെ ഹബീബായ തങ്ങളുടെ കാലഘട്ടം, സ്വഹാബത്തിന്റെ കാലഘട്ടം വഴി ആദ്യത്തെ ആ ഖർണ് സാലിസ് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പലപ്പോഴും ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ദഅവത്തൊക്കെ ചില ഭാഗത്ത് ഇങ്ങനെ മങ്ങി തുടങ്ങി. ഏതാണ്ട് ആ നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഒരു സൂഫി വലിയ വരും, പിന്നീട് മങ്ങി തുടങ്ങുമ്പോഴേക്ക് വീണ്ടും അടുത്ത സൂഫി വലിയ ലോകം മൊത്തം അറിയപ്പെട്ട ഒരു വലിയ രൂപത്തിൽ ഈ രൂപത്തിൽ ഔലിയാക്കൾ പരിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവന്നു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞും പഠിച്ചും നിയമങ്ങളൊക്കെ കേട്ടും വന്നവരല്ല 100-ൽ 90% വരുന്ന മുസ്ലിംസ്, 80-100% നൽകുന്ന മുസ്ലിങ്ങളും ഇന്ന് കാണുന്നവരൊക്കെ ഔലിയാക്കളുടെ ജീവിതം കറാമത്തുകൾക്ക് മുഖേന ഇസ്ലാമിലെത്തിയത്. ബഹുമാനപ്പെട്ട ഖാജ ബഹുമാനപ്പെട്ടവർ ഇറാഖിലെ സഞ്ചർ എന്ന ഗ്രാമത്തിലാണ് മഹാനവർ സയ്യിദ് റിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മുൽ വറ മാഹിനൂറിന്റെയും മകനായി ഹിജ്റ 530 മഹാനവർ സഞ്ചറിൽ ജനിച്ചു. മാതാപിതാക്കളൊക്കെ വലിയ സൂഫികളും ആബിദും സയ്യിദുമാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബീലയിലൂടെ വന്ന സയ്യിദുമാരും കങ്ങന്മാരും. ഇങ്ങനെ മഹാനവർ ജനിച്ച് പ്രാഥമിക പഠനമൊക്കെ ഉപ്പൻ്റെ അടുത്തു നിന്നൊക്കെ കഴിഞ്ഞ് പിന്നീട് 10-15 വയസ്സ് വരെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി. 15 വയസ്സായ ഉപ്പ വഫാത്തായി. 1 വർഷം കഴിഞ്ഞ് വഫാത്തായി. പൂർണ്ണമായി അനാഥരായ ഖാജാക്കൾക്ക് ജീവിക്കാൻ ബാക്കി വെച്ചത് കുറച്ച് തോട്ടായിരുന്നു, കുറച്ച് പഴങ്ങൾ വിളവെടുക്കുന്ന കൃഷി ചെയ്യുന്ന തോട്ടം. ആ തോട്ടത്തിലൊരിക്കൽ മഹാനവറുകൾ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സൂഫിയായ സാത്വികനായ വൃദ്ധനായ ഒരു മസ്താന വഴി ഒരു സഞ്ചിയുമായി കടന്നു വരുന്നത്. ഈ സഞ്ചിയുമായി കടന്നു വന്ന മോനെ വല്ലതും എനിക്ക് കഴിക്കാൻ തരുമോ എന്ന് അവിടെ പണിയെടുക്കുന്ന ബാലനായ ചെറുപ്പക്കാരനായി കുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ പാവപ്പെട്ട വൃദ്ധയായി മനുഷ്യനെ കണ്ടപ്പോഴേക്ക് ഖാജാത്തങ്ങൾക്ക് വല്ലാണ്ട് അലിവ് തോന്നി. നേരെ പഴങ്ങളിൽ നിന്ന് പഴുത്ത് പാകമായതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ആ മനുഷ്യന് കൊടുത്ത് അദ്ദേഹം സ്വാദിഷ്ടമായിട്ട് അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് തൻ്റെ ആ ഉണങ്ങി മുഷിഞ്ഞ ആ സഞ്ചിയിൽ നിന്ന് ഒരു ഉണക്കറൊട്ടി എടുത്ത് കടിച്ച് അത് തൻ്റെ ബഹുമാനപ്പെട്ട സഹായിച്ച ആ കുട്ടിക്ക് വായി വെച്ചു കൊടുക്കാം. നീ അത്യുന്നതനാണ്. ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ ഈ വൃദ്ധയായ ഈ ഫഖീറായ സൂഫിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിച്ചപ്പോഴേക്ക് ഖാജാത്തങ്ങളുടെ മൈൻഡൊക്കെ പെട്ടെന്നാണ് മാറി. ആ വന്ന മഹാനായിട്ട് സൂഫി ലോകത്ത് പ്രോത്സാഹിച്ചിരുന്ന ഇബ്രാഹിം ഖദ്ദൂസി റഹ്മത്തുള്ളാഹി മഹാനവർ വന്ന് ഇത് കൊടുത്ത് ആ കുട്ടിക്കഷ്ണം കഴിച്ചപ്പോഴേക്ക് മഹാനവരുടെ ജീവിതം വല്ലാണ്ടങ്ങ് മാറി. എനിക്ക് ആത്മീയമായിട്ട് വളരണം, വൈജ്ഞാനികമായിട്ട് വരണം. അപ്പോഴേക്ക് ആ തോട്ടം മൊത്തം വിറ്റ് ആ കാശുമായിട്ട് ബഗ്ദാദിലെ പ്രസിദ്ധമായ ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോയി ബഹുമാനപ്പെട്ട ഉസാമുദ്ദീൻ ചിശ്തി തങ്ങളുടെ അടുത്ത് പോയി അവിടുന്ന് തഫ്സീറും ഫിഖ്ഹും ഒക്കെ പഠിച്ച് അത് കഴിഞ്ഞ് നേരെ മഹാനവറുകൾ ഒരു ശൈഖിനെ വേണം എന്ന ആഗ്രഹത്തോടു കൂടെ. അങ്ങനെയാണ് മനാമിൽ ഒരുപാട് ഔലിയാക്കളും പല ആളുകളും വന്നിട്ട് ബഹുമാനപ്പെട്ടവർക്ക് നല്ലൊരു ശൈഖിനെ നിർദ്ദേശിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി മഹാന്റെ അടുത്ത് 20 വർഷക്കാലം
മഹാന്റെ ദർബാറിൽ ഖാജ തങ്ങൾ കഴിഞ്ഞുപോയി. ആ 20 വർഷക്കാലം കഴിഞ്ഞുപോയപ്പോ ഖാജ തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ ദർബാറിലെത്തിയപ്പോ ആ ദർബാറിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ 500 ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ കറാമത്തുകളും അവരുടെ വൈജ്ഞാനികമായ അത്ഭുതങ്ങളൊന്നും കാണാത്തത് കൊണ്ടോ ശിഷ്യന്മാര് പറഞ്ഞേ നിങ്ങളെ ഷെയ്ഖ് വലിയ വരാ പ്രതീക്ഷിച്ചത്ര ഒന്നും ഫലമില്ല, അതുകൊണ്ട് ഷെയ്ഖ് നമുക്ക് വേണ്ട വേറെ ഷെയ്ഖിനെ. അങ്ങനെ കുട്ടികളൊക്കെ പോയി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളുടെ ഗാംഗാവ് ശൂന്യമായി. അവിടെ ഒരേ ഒരു മനുഷ്യൻ മാത്രം ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ മാത്രം. ഖാജ തങ്ങളോട് ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു മോനെ നീയും പോയിക്കോ, എന്തിനാ എന്റെ കൂടെ നിന്നിട്ട്? ഞാൻ ഒരു വിജ്ഞാനം എനിക്ക് പറഞ്ഞിരുന്നില്ല, ഞാനൊന്നും പറഞ്ഞിരുന്നില്ല, ഞാൻ ആത്മീയമായിട്ട് ഒരു അത്ഭുതം കാണിക്കുന്നില്ല, എൻ്റെ അടുത്ത് എന്ത് കിട്ടാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? ഈ 20 വർഷക്കാലം ഖാജ തങ്ങൾക്കും ഒന്നും വിജ്ഞാനം പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലായിരുന്നു. എന്നിട്ടും ഖാജ തങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഖിദ്മത്ത് ഇങ്ങനെ ചെയ്തു, അത് മാത്രം ചെയ്തു. ഖാജ തങ്ങളോട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകില്ല, എനിക്ക് നിങ്ങൾക്ക് ഈ ഖിദ്മത്ത് എടുക്കണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങൾ പരീക്ഷിച്ച എന്റെ ഖിലാഫത്തും എന്റെ ത്വരീഖത്തിലും എന്റെ ശിഷ്യനായി പൂർണ്ണമാവണമെങ്കിൽ 20 വർഷക്കാലത്തെ പരീക്ഷണത്തിന്റെ വിജയത്തിനൊടുവിൽ ബഹുമാനപ്പെട്ടവർക്ക് ഒരു 2 വർഷം കൊണ്ട് 20 വർഷത്തിലപ്പുറം നേടാവുന്ന വിജ്ഞാനം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങൾ കൊടുത്തു. പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളാണ് വലിയ വലിയ മശായിഖമാരൊക്കെ ഉണ്ട്. ഖാജ തങ്ങൾ ആ മല കയറി ബഹുമാനപ്പെട്ട ഔസുല്ലാഹുവിന്റെ ചാരിത്രത്തിലൂടെ എണീറ്റ് നിൽക്കുക. എണീറ്റ് നിൽക്കുക, എല്ലാവരും അമ്പരക്കുക, ഇവരെ പരിചയമില്ലാത്ത എന്നിട്ട് പറഞ്ഞു, ലോകത്ത് ഇസ്ലാമിനെ പ്രകാശിപ്പിക്കുന്ന സൂഫിയാണ് വലിയാണ് ഈ വരുന്നതെന്ന് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ചെറിയ കുട്ടിയാണ്, വലിയ പ്രായമൊന്നുമില്ലേ. മറ്റുള്ള ആളുകളെ അവിടെ നിന്ന് എണീറ്റ് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഖാജ തങ്ങൾ ആദരിച്ചു. പിന്നീട് മഹാനവറുകൾ ഒരുപാട് വർഷം ചിശ്തി ത്വരീഖത്തിന്റെ സ്ഥാപകന ഖാജ തങ്ങളല്ല, അബൂ ഇസ്ഹാഖ് ഷാമി എന്ന് പറഞ്ഞ വലിയ മഹാനാണ്. ആ അബൂ ഇസ്ഹാഖ് ഷാമി റളിയല്ലാഹു അൻഹു ഒരിക്കലും ത്വരീഖത്ത് വേണമെന്ന് ആവശ്യപ്പെട്ട ബഗ്ദാദിൽ അന്നത്തെ സുപ്രതിഷ്ഠ പണ്ഡിതനായിരുന്ന മൻഷാദ് അലി ദിന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ചാരത്ത് പോയപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ത്വരീഖ് തന്നിരിക്കുന്നു ചിശ്തി, നിങ്ങളുടെ കൂടെ ചിശ്തി എന്ന് പേര് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ലോകം മൊത്തം അറിയപ്പെടുന്ന വലിയ ത്വരീഖത്തായിട്ട് നിങ്ങളത് മാറും. ആ കാലഘട്ടത്തിൽ ചിശ്തി ത്വരീഖത്ത് ഒരുപാട് കാലം സഞ്ചരിച്ചെങ്കിലും ചിശ്തി ത്വരീഖത്ത് ലോകത്തെ എവിടെയും പ്രചാരം നേടിയില്ല. അപ്പോ ഇസ്ഹാഖ് ഷാമി ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചിശ്തി ത്വരീഖത്ത് എവിടെ എത്തിയില്ല. പക്ഷേ പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി തങ്ങളായിരുന്നു ചിശ്തി ത്വരീഖത്തിന്റെ അപ്പോഴും വല്ലാതെ പ്രചാരം നേടി. അവിടുന്ന് അങ്ങോട്ട് ചിശ്തി ത്വരീഖത്ത് ഖാജ തങ്ങളിലേക്ക് എത്തിയപ്പോ ഇന്ന് ചിശ്തി ത്വരീഖത്ത് തന്നെ എന്റെ സ്ഥാപകൻ ഖാജ തങ്ങളാണ് എന്ന ധാരണയാണുള്ള ആ രൂപത്തിലേക്ക് ചിശ്തി ത്വരീഖത്തിനെ ചിശ്തി അഷ്റഫിയായിട്ടും ചിശ്തി നിസാമിയായിട്ടും ചിശ്തി സ്വാദിരിയായിട്ടും ചിശ്തി അഷ്റഫ് സിനാനി തങ്ങളുടെ അങ്ങനെ തുടങ്ങി ചിശ്തി ത്വരീഖത്ത് വിവിധ രൂപത്തിൽ ലോകം മൊത്തം പ്രകാശിച്ചു. മഹാനവറുകള് അങ്ങനെ ഒരുപാട് 22 കൊല്ലം ഉസ്മാൻ ഹാറൂനി തങ്ങളെ ഗാംഗാഹ് വിട്ട് പിന്നെ ആ പരിസരത്തൊക്കെ ഇങ്ങനെ ഓരോ നാട്ടിലേക്ക് സഞ്ചരിക്കാം. ഔലിയാക്കള്, സൂഫിയാക്കള്, തങ്ങന്മാര് ഇവരൊന്നും ഏതെങ്കിലും നാട്ടിൽ സ്ഥിരമായി നിൽക്കരുത്. അവരുടെ ശൈലി അങ്ങനെയല്ല. ലോകം മൊത്തം സഞ്ചരിച്ചിട്ട് ഇസ്ലാമിന്റെ പ്രഭജീവിതം കൊണ്ട് ലോക സമൂഹത്തെ മൊത്തം കാണിച്ചു കൊടുത്ത് ആയിരങ്ങൾ ആ ഒറ്റ യാത്രകൾ ചെയ്യുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ചേർന്നു. വഴിയോരത്തുള്ള ആളുകൾക്കൊക്കെ ഇവരെങ്ങനെ വീക്ഷിക്കും, ഇവരുടെ ജീവിതം, ഇവരുടെ ശൈലി, സംസാരം, ഇവരിൽ കാണുന്ന ദൈവികമായ ഇലാഹിയായ ആ ഹൈബത്തും വഖാറും ആ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക് ഇസ്ലാമിലേക്ക് ഒരു യാത്ര നടത്തി. ഒരുപാട് ഇസ്ലാമിലേക്ക് ബഹുമാനപ്പെട്ട ഒരു ഖലീഫ ഖുതുബുദ്ദീൻ ബഖ്തിയാരി തങ്ങളൊക്കെ വഴിയിലൂടെ പോകുമ്പോൾ കണ്ട് ആകൃഷ്ടനായിട്ടാണ് ഖാജ തങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്നത്. ഒരുപാട് രാജാക്കന്മാര്, കൊല കൊമ്പന്മാര്, വളരെ ക്രൂരരായ രാജാക്കന്മാര്, ദുഷ്ടന്മാര്, തമ്മാടികൾ പലരും ആ യാത്രയിൽ ഖാജ തങ്ങളിലേക്ക് അവരെ കണ്ടപ്പോ അവിടെ കറാമത്തിന്റെ ജലാലിയത്തിന്റെ നോട്ടത്തിൽ ആകൃഷ്ടനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സൂഫി ലോകത്തിന്റെ അജ്മീറിൽ കിടന്നുണ്ട് സെയ്ദ് യാദ്കാർ തങ്ങൾ വലിയ രാജാവായിരുന്നു, ക്രൂരനായ രാജാവ്. നിമിഷം ഒരു പ്രതിരോധം വന്നു കഴിഞ്ഞാൽ തലയറുത്തു മാറ്റുന്ന ആ രീതിയിലുള്ള ക്രൂരനായ ദുഷ്ടനായ രാജാവിനെ കുറിച്ച് ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ യാത്ര അങ്ങോട്ട് തിരിച്ച് മഹാനായ ഖാജ തങ്ങള് സെയ്ദ് യാദ്കാർ എന്ന രാജാവിന്റെ ചരത്ത് പോയി. അവിടെ പോയപ്പോ വലിയ പൂന്തോപ്പ്, നല്ല രസമുണ്ട്. ഖാജ തങ്ങൾ നേരെ പൂന്തോപ്പിൽ കയറിയിരുന്നു. ഒരാളും ധൈര്യപ്പെടില്ല.
കൊട്ടാരത്തിലെ ഒരാൾ ധൈര്യപ്പെടാത്ത പൂന്തോട്ടത്തിൽ ഹാജാത്തങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു ഫക്കീർ വന്ന് ഇരിക്കുന്നത് കണ്ട് കൊട്ടാരത്തിലേക്ക് അറിയിപ്പ് പോയി. ആരാണ് എന്നെ ധിക്കരിക്കാൻ അഹങ്കാരി, അവരുടെ തലയെ അറുത്തു മാറ്റുമെന്ന് ധിക്കാരത്തോടുകൂടെ ഹാജാത്തങ്ങളെ കൊലപ്പെടുത്താൻ വേണ്ടി കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഹാജാത്തങ്ങളെ പോരടിക്കാൻ വേണ്ടി വെട്ടിവീഴ്ത്താൻ വേണ്ടിയിട്ട് നേരെ ആ പൂന്തോപ്പിലേക്ക് രാജാവെന്ന് നേരിട്ട് ഇറങ്ങി വരാം. അത്ര ധൈര്യമുള്ള ആളെ കാണില്ല. അത്രയും ജനങ്ങളൊക്കെ പേടിച്ച് ജീവിക്കുന്ന രാജാവ്. ഹാജാത്തങ്ങള് ആ യാത്കാർന്ന രാജാവിന്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം. അതോടുകൂടി അദ്ദേഹം ഇസ്ലാമിലേക്ക് ഹാജാത്തങ്ങളുടെ അനുയായിയായി മുരീദായി പിന്നീട് ഒരുപാട് സ്ഥലത്ത് ഇസ്ലാമിൽ ഹാജ വഫാത്താവുന്ന സമയത്ത് ഹാജാത്തങ്ങളുടെ കൂടെ തന്നെ അവിടെ തന്നെ കബറടക്കപ്പെട്ട മഹാനാണ് സയ്യിദ് യാദുക്കാർ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സമയപരിധിയിലൂടെ നിർത്തുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് മനാമിൽ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇന്നത്തെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ സിംഗപ്പൂരടക്കം തുടങ്ങിയ വിശാലമായ ഇന്ത്യൻ പ്രവിശ്യയിലേക്ക് അവിടെ ഇസ്ലാമിന്റെ പ്രഭ മങ്ങി തുടങ്ങുന്നുണ്ട്. അവിടെ ഇസ്ലാം വേണ്ട പോലെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇസ്ലാമിന്റെയും അവിടെ പാവപ്പെട്ട ജനങ്ങൾ, യഥാർത്ഥത്തിൽ ഇവരൊന്നും ഇസ്ലാം എന്ന നിലക്കല്ല അവിടെ പോകുന്നത്. അവര് ജീവിച്ചിട്ട് എല്ലാ മനുഷ്യർക്കും സേവനം ചെയ്യും, എല്ലാ മനുഷ്യർക്കും സുഖമായ ജീവിതം വേണം, സന്തോഷം വേണം. മതം ജാതി ഒന്നും നോക്കില്ല. മതമുള്ളവരെ മതത്തിലേക്ക് കൊണ്ടുവരാ എന്ന രീതിയിലല്ല നേരിട്ട് അവരെ പ്രചരണങ്ങളൊന്നും. മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും തുല്യമായിട്ട് സാന്ത്വനം നൽകുക, അഭയം നൽകുക, അങ്ങനെ തുടങ്ങി ആ കാലത്തൊക്കെ ഉണ്ട്. ഇസ്ലാം സ്വീകരിച്ചവർ എല്ലാത്തവരൊക്കെ ഉണ്ട്. മഹാനവരുടെ മുഹിബുകളായി മാറുക എന്നത് മാത്രമാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ഉമ്മാമ്പഴം ഇങ്ങനെ എടുത്തിട്ട് അതിൽ കാണുന്ന നാരികൾ കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു ഇന്ത്യയുടെ ഭൂപടം കാണിച്ചു കൊടുത്തു. ആ ഭൂപടം കണ്ട് ഇന്ത്യയിലേക്ക് വന്ന് ഇതിന് ഒരുപാട് രാജാക്കന്മാർക്ക് സ്വപ്നത്തിൽ അന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെത്തിയപ്പോൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ ആളുകളൊക്കെ ഹാജാത്തങ്ങളുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി, അവിടെ ജമാലത്തൊക്കെ മനസ്സിലാക്കി. വളരെ കിങ്കരന്മാരായിരുന്ന സാഹിറന്മാരടക്കം മന്ത്രവാദികളടക്കം പല ആളുകളും തങ്ങളുടെ മുമ്പിൽ അവിടത്തേക്ക് വിധേയപ്പെട്ട് അവരുടെ അനുയായികളായി ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് ഇന്ത്യയുടെ അഭയകേന്ദ്രമായി മാറി. പിന്നീട് ഇന്ത്യയിൽ പലരും വരും. ഹാജാത്തങ്ങളുള്ള കാലത്ത് പല ആളുകളും വരും, പല വിഭാഗത്തിൽപ്പെട്ടവരും വരും, പല ജാതി ആളുകളും വരും. അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക് സാന്ത്വനം നൽകലായിരുന്നു ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് എല്ലാ ആളുകളും ഇന്ത്യയിലും പാകിസ്ഥാനിലും ആരാവട്ടെ ഏത് ഭരണാധികാരി വന്നാലും അന്നത്തെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന പ്രഭു അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഇന്ത്യയിൽ ആര് ഭരിച്ചാലും യഥാർത്ഥത്തിൽ ഇവിടുത്തെ സുൽത്താൻ ഹാജാത്തങ്ങളാണ്, ഈ വലിയാണെന്ന് പ്രഭു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഇന്ത്യ പാകിസ്ഥാൻ കലഹം നടന്ന സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലഘട്ടത്തിൽ വലിയ പ്രശ്നം നടക്കും. പാകിസ്ഥാൻ പറഞ്ഞു നമുക്ക് വേണം അജ്മീർ. ഇന്ത്യ പറഞ്ഞു അജ്മീർ തരാൻ പറ്റില്ല. അന്ന് മഹാത്മാഗാന്ധി അടക്കം നെഹ്റു അടക്കം ഇന്ത്യയുടെ സുപ്രീം ആക്ടില് ഇവിടുത്തെ നിയമത്തിൽ പ്രത്യേക ഒരു വകുപ്പ് ആക്ട് തന്നെ എഴുതി ചേർത്ത് എന്ത് വിട്ടു തന്നാലും അതിനു പകരം വിശാലമായ കിലോമീറ്ററോളം വരുന്ന ചുറ്റളവ് നിങ്ങൾക്ക് തരാം. പക്ഷേ അജ്മീർ വിട്ടു തരുന്ന പ്രശ്നമില്ല. അജ്മീറിനെ നിയമം കൊണ്ടുവന്ന അജ്മീറിനെ പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാര് ഇവിടൊക്കെ മുഗൾ രാജാക്കന്മാരും അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാരും അതിനുശേഷം വന്ന ഇന്ത്യൻ ഗവൺമെന്റിലെ ഓരോ മന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ ഓരോ പ്രസിഡന്റുമാരും അജ്മീർ ഹാജാത്തങ്ങളെ ഒഴിവാക്കിയിട്ട് അവഗണിച്ചിട്ട് ഇന്ത്യ ഭരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ അവരൊക്കെ ഹാജാത്തങ്ങളെ തെരുവാറിലൊന്നും നിലകൂടും. ഇന്ദിരാഗാന്ധി അടക്കം റോഡൊക്കെ അവിടെ പരിസരത്തൊക്കെ റോഡ് ഉണ്ടാക്കാനൊക്കെ കാരണം അജ്മീരിലേക്ക് നേർച്ചയാക്കിയതാണ്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കറാമത്തുകളും അതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഹാജാത്തങ്ങളെ കുറിച്ചുള്ള വാഴ്ചകളും ഒരുപാട് കേൾക്കും. ഇതൊക്കെ കേട്ട് നമ്മളൊക്കെ ഈ ലോകത്തേക്ക്, ഇന്ത്യ ലോകത്ത് വളരെ ഇസ്സത്തോടുകൂടെ ജീവിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാനായ മനുഷ്യയാണ് ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ. അള്ളാഹു അവരുടെ മദത് ലഭിക്കുന്നു. ഹിജ്റ 630 മഹാനവർക്ക് വഫാത്താകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ മദത് ലഭിച്ചിട്ട് അള്ളാഹു നമ്മളോട് പെരുമാറാവട്ടെ.